നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മനുഷ്യങ്കർ ബാലചന്ദ്രനോട് പറഞ്ഞു, അങ്കളെ നാളെ വൈജയന്റെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ കൊള്ളാലോ, നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. അങ്കളെ അതല്ല, അതിനകത്തൊരു വേറൊരു പ്രശ്നമുണ്ട്. ആന്റി വേറൊരു വീടെടുത്തിട്ടുണ്ട്, ആന്റി അങ്ങോട്ടേക്ക് മാറുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അത് കൊള്ളാം, വേറെ മാറിപ്പോയി താമസിക്കട്ടെ, ജീവിതം എന്താന്നൊക്കെ ഒന്ന് പഠിക്കട്ടെ, അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. അല്ലെങ്കിലേ അതിനേക്കാളും വേറൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും വല്യച്ഛനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ആൻറ്റി ഇങ്ങോട്ടേക്ക് ബലമായിട്ട് കൂട്ടിക്കൊണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് മിക്കവാറും. അത് സംഭവിക്കാൻ വഴിയുണ്ട്. അല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ കലാഭൂമിയാകുമോ? അങ്കിള് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമോ? ബാലേന്ദ്രന്റെ മനസ്സറിയാൻ വേണ്ടി മനുശങ്കർ ചോദിച്ചാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മനു, വരട്ടെ, വന്നു കഴിയുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ, കലാപഭൂമിയാകുമോ അല്ലയോ എന്നൊക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞാലും അവൾ എൻ്റെ ഭാര്യയായിട്ടിരിക്കില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും അവൾക്ക് ഇനി എൻ്റെ ഭാര്യയാൻ പറ്റത്തില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, അലീനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടത്തില്ല. അതും മോഹിച്ചുകൊണ്ട് അവൾ ഈ വീട്ടിലേക്ക് വരണ്ട, ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അല്ലാതെ വേണമെങ്കിൽ അവൾക്ക് വരാം എതും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി. മനുവിന് മനസ്സിലായി, അങ്കിള് ഒരു ഇതുപോലും വിട്ടുകൊടുക്കില്ല. ഇനിയിപ്പോൾ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ, പിടിച്ചിടം കൊണ്ട് പോകാനായിട്ടാ അങ്കിള് തീരുമാനിച്ചിരിക്കുന്നുള്ള കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ ബബിതയും മനുവും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് അലീനെ അങ്ങോട്ടേക്ക് വരുന്നത്. ഒരു ബക്കറ്റിനകത്ത് കുറെ തുണിയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നീ ഇത് എവിടെയായിരുന്നു? നിന്നെ വന്നിട്ട് ഞാൻ കണ്ടതുപോലെയല്ലോ. അതെ, ഞാൻ അലുക്കലുമായിട്ട് ഒരു മലപ്പിടുത്തത്തിലായിരുന്നു പറഞ്ഞു. എവിടെ? ആ വീടിന്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു. അല്ല, എന്തു പറ്റി? ഇവിടുത്തെ വാഷിംഗ് മെഷീൻ കേടായെന്ന് ചോദിച്ചു. വാഷിംഗ് മെഷീൻ്റെ ഈ നിൽക്കണേന്ന് ചോദിച്ചു. അതെങ്ങനെ കേടാവാനാ? കേടായിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ അത് കൊള്ളാലോ, ഇവിടുത്തെ വാഷിംഗ് മെഷീൻ അല്ലേ? അല്ല, ഈ വാഷിംഗ് മെഷീന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അത് ഹൗസ് ഓണറോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. ഹൗസ് ഓണർ ചോദിച്ചിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഹൗസ് ഓണർ നല്ല വില ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്നൊന്നും ഹൗസ് ഓണർ കൊടുക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മനുവിന് ചിരി വന്നു. പിന്നീട് മനു പറഞ്ഞു, അതെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? അതൊക്കെ ഉണ്ട്, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ബബിത ചാടി എഴുന്നേറ്റു. ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു. എന്താ നീ പോകുന്നേ? സ്വർഗത്തിലെ കട്ടറുമ്പോ ഞാനില്ലാന്ന് പറഞ്ഞു. അതെ, നീ ഇവിടെ നിൽക്കുക, നീയും കൂടെ കേൾക്കേണ്ട കാര്യമാണ്. അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെ ശരിയാന്നേന്ന് പറഞ്ഞു. അങ്ങനെ ബബിത അവിടെ പിടിച്ചിരുത്തി. പിന്നീട് അലീനയോട് പറഞ്ഞു, നാളെ വൈജാറ്റി ഇങ്ങോട്ടേക്ക് വരുവാന്ന് പറഞ്ഞു. ഇവിടേക്കോ? അതെ, ഇങ്ങോട്ടേക്ക് തന്നെ വരുക. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ആ അതൊരു നല്ല കാര്യമുള്ളതെന്ന് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, നാളെ പിടിച്ച പിടിയാലെയാണ് എൻ്റെ അച്ഛനും വല്യച്ഛനും കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്, അറസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്ന പോലെ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് എന്താ പ്രയോജനം മനുവേട്ടാ? അവർ പോയി കഴിയുമ്പോഴത്തേരും മാട് ഇവിടുന്ന് പോകത്തില്ലേന്ന് ചോദിച്ചു. ഭവി പറഞ്ഞാ, അത് ശരിയാ, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അമ്മ എന്താളും ഇവിടെ നിൽക്കത്തൊന്നുമില്ല. മനു ചോദിച്ചു, നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ പോകണമെന്ന് ചോദിച്ചു. ഒരു നിമിഷം ബബിത ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ അങ്ങനെ പോകണമെന്നൊന്നും എനിക്കില്ല, ഞാൻ വേണേ പോവാതിരിക്കാന്ന് പറഞ്ഞു. ഈ സമയം മനുശങ്കർ പറഞ്ഞു, നിങ്ങൾ മക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് വേണം അങ്കിളിനെ ആൻറ്റിയെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. അങ്കിളിന് ഇനിയിപ്പം വന്നാലും ശരി വന്നില്ലേലും ശരി നിലപാടിലൊരു മാറ്റമില്ലെന്ന് അങ്കിള് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ 4 പേരും കൂടെ ശ്രമിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്താ നിന്നെ കൊണ്ട് പറ്റില്ലേന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ബബിത പറഞ്ഞു, എനിക്കൊരു പ്രതീക്ഷയില്ല അമ്മയ്ക്ക് മാറ്റം ഉണ്ടാവുന്ന, കാരണം അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. മനു പറഞ്ഞു, അത് ശരിയാ, 1 മില്ലിമീറ്റർ പോലും വിട്ടുകൊടുക്കാനായിട്ട് വൈജാൻറ്റി സമ്മതിക്കില്ല. ഇത്ര നാളെ യുദ്ധഭൂമിയായിരുന്നെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച പോലെ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നും ആവത്തില്ല, അറിയാലോ. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമയോടെ പോയാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അലീന പറഞ്ഞു, ഇനിയിപ്പം മാഡം വന്നിട്ട് മാഡത്തിന് തിരിച്ചു പോകണമെന്ന് തോന്നുന്നെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, ഞങ്ങൾ 2 പേരിൽ ഒരാളെ ഇവിടെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, അതുകൊണ്ട് വല്ലതാകും അലീനെ, നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് കരുതിയിട്ടാണോന്ന് ഇരിക്കുന്നത്? ഒരു കാരണവശാലും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഒരിക്കലും തീരത്തില്ല, നീ ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. പിന്നീട് ബബിതയോട് ചോദിച്ചു, നീ ഇവരോടൊപ്പം നിൽക്കില്ലേന്ന് ചോദിച്ചു. നിങ്ങൾ 4 പേരും ഒരുമിച്ച് നിൽക്കണം, നീ അലീനയോടൊപ്പം നിൽക്കുമെന്ന് ചോദിച്ചു. അതിന് ബബിത മറുപടി ഒന്നും പറഞ്ഞില്ല. ബബിത ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക. ബബിതയ്ക്ക് എന്ത് പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല.
അലീനയോടൊപ്പം നിൽക്കാന്ന് പറഞ്ഞാൽ അത് അവളെ സംബന്ധിച്ചിടത്തോളം കൊല്ലുന്നതിന് തുല്യമായിരുന്നു. ഇതേ സമയത്ത് വൈജയെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് നേഴ്സ് ഉഷ സഹായിക്കുകയാണ്. വൈജ പറഞ്ഞു, വേണ്ട ഉഷ, എന്നെ വിട്ടാരെ, ഞാൻ തനിച്ച് നടക്കാന്ന് പറഞ്ഞു. അല്ല മാഡം, അത് പിന്നെ തനിച്ച് നടക്കാനായിട്ട് തനിച്ച് നടന്ന് പഠിക്കണം, എങ്കിലേ എനിക്ക് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എപ്പോഴും ഒരാളുടെ സഹായം അത് പറ്റുന്ന കാര്യമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കട്ടിലിന്റെ ക്രാസിലൊക്കെ പിടിച്ച് വൈജ പതുക്കെ ഒന്ന് പിച്ചു വെക്കാൻ തുടങ്ങുവാണ്. ആ സമയം വൈജയുടെ മനസ്സിലേക്ക് ആ ആക്സിഡന്റ് അങ്ങനെ കടന്നു വരുവാണ്. അപ്പോഴാണ് ബ്രോക്കർ ബേബി അങ്ങോട്ടേക്ക് വരുന്നത്. നേഴ്സിനോട് പറഞ്ഞു, ഉഷ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ബ്രോക്കർ ബേബി വന്നിട്ട് അടിമുടി ഒന്ന് വൈജയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, ആഹാ, ഇത് കൊള്ളാലോ, ഇത്ര പെട്ടെന്ന് മാറ്റോ? കഴിഞ്ഞ ആഴ്ച വന്ന് കണ്ടപ്പോൾ ഇത്രയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കിടന്ന കിടപ്പായിരുന്നല്ലോ എന്ന് പറഞ്ഞു. വൈജ പറഞ്ഞു, മാറാതിരിക്കാൻ പറ്റില്ലല്ലോ, എപ്പോഴും കിടക്കാൻ പറ്റില്ലോ, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അല്ല, തന്നെ ഒരു കാര്യം ഞാൻ ഏൽപ്പിച്ചായിരുന്നല്ലോ, എന്തായി? വല്ലതും നടക്കുവോ? നാളെ എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ആവും എന്ന് പറഞ്ഞു. മാഡം, ഈ ബ്രോക്കർ ബേബി ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ഏറ്റത് തന്നെയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് ഒരു സമാധാനമായി. പിന്നീട് ബേബി എന്ത് ചെയ്തു, കയ്യിലിരുന്ന് ആ താക്കോൽ കൂട്ടെടുത്ത് വൈജയ്ക്ക് കൊടുക്കണം. ഇതാ താക്കോൽ പിടിച്ചോ എന്ന് പറഞ്ഞു. ഇപ്പോഴേ എനിക്കൊരു സമാധാനമായതും വൈജ പറഞ്ഞു, അല്ല മാഡം, മാഡം തനിച്ചല്ലോ അല്ലേ, കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണൂലല്ലേന്ന് ചോദിച്ചു. അതെന്താ, കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വന്ന് താമസിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എഗ്രിമെന്റ് ഉണ്ടോന്ന് ചോദിച്ചു. അല്ല, ഭർത്താവും കുട്ടികളും ഒക്കെ. ഭർത്താവും കുട്ടികളും ഉണ്ടെങ്കിൽ മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ, തന്നോട് ആരോട് പറഞ്ഞേ? എന്താ, തനിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അല്ല മാഡം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ശരി, താൻ പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ വൈജ ആ കിയേലേക്ക് അങ്ങോട്ട് മുറുക്ക പിടിക്കുകയാണ്. വൈജയുടെ മനസ്സിൽ ഒരു പ്രതികാര ബുദ്ധിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കാണിച്ചു തരാം ബാലേന്ദ്രൻ നിന്നെ എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സ് നിറയും. ഇതേ സമയം അലീനയും കൃഷ്ണമോളും കൂടെ രോഹിത്തിന്റെ മുറിയിലേക്ക് വരുവാണ്. കൃഷ്ണമോള് പറഞ്ഞു, കഥകിന്റെ കുറ്റിയും കൊളുത്തും എടുത്തൊക്കെ നന്നായില്ലേ ചേച്ചി, അതുകൊണ്ട് പിന്നെ കഥ കടച്ചിട്ട് ഇരിക്കൂല്ലേ രോഹിത്തേട്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി. അപ്പോഴാണ് കൃഷ്ണമോള് ടേബിളിലിരിക്കുന്ന ചായ സ്നാക്സൊക്കെ കണ്ട. അയ്യോ ചേച്ചി, ഇതൊന്നും കഴിച്ചിട്ടില്ലോ എന്ന് പറയാണ്. ആ സമയത്ത് അലീന പറഞ്ഞു, രോഹിത്തിന്റെ ഒരു കാര്യം പറഞ്ഞാല് ചേച്ചി, ഞാനിത് കൊണ്ടേ വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അതും എടുത്ത് താഴേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും അലീന രോഹത്തിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്താ രോഹത്തെ കഴിക്കാത്തെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രോഹത്ത് ചുമക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അലീന എന്ത് ചെയ്തു, അടുത്തേക്ക് ഇച്ചിരോടെ ചെന്നിട്ട് ആ നെറ്റിയിലൊന്ന് കൈവച്ച് നോക്കുവാണ്. അപ്പോഴേക്കും നല്ല പനിയുണ്ട്. ദൈവമേ, ഭയങ്കര പനിയാണല്ലോ. അച്ചാച്ചാന്ന് പറഞ്ഞു കിടന്ന് ആൾറെഡി വിളിക്കുവാണ്. ബാലേന്ദ്രൻ കൂടെ ഓടി വന്നു. എന്താ മോളെ, ഇതേ രോഗത്തിന് നല്ല പനിയാന്ന് പറഞ്ഞു. എടാ മോനെ, എടാ നീ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റിയെ തൊട്ട് നോക്കുവാണ്. നല്ല പനിയുണ്ടെന്ന് മനസ്സിലായി. വേണ്ട, എനിക്ക് ഒരിടത്തേക്കും വരണ്ട, ഞാൻ ഒരിടത്തേക്കും ഇല്ല, ഞാൻ ഇവിടെ കിടന്നോളാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എഴുന്നേക്ക്, നിന്നോട് എഴുന്നേക്കാനാ പറഞ്ഞേ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അത് പറയാൻ പോലുള്ള ശക്തിയും കാര്യങ്ങളൊന്നും രോഗത്തിന് ഉണ്ടായിരുന്നില്ല. ആഹാരം കഴിക്കുന്നില്ല, എല്ലാം കൊണ്ട് രോഗത്ത് ആകെപ്പാടെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അലീന പറഞ്ഞു, അച്ഛ ഇങ്ങനെ സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ല, അച്ഛനൊരു കാര്യം ചെയ്യുക, ഡോക്ടറെ പോയി ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രനെ പറഞ്ഞു വിട്ടു. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹവും കിട്ടിയില്ല. അപ്പോഴേക്കുമാണ് കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നത്. കൃഷ്ണമോൾ വന്നിട്ട് എന്തയച്ചി, അതെ രോഹിത്തിന് നല്ല പനിയുണ്ട്, ഒരു കാര്യം ചെയ്യും മോളെ, കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തോണ്ടാവുമെന്ന് ചോദിച്ചു. അങ്ങനെ കൃഷ്ണമോൾ താഴേക്ക് പോയി. ആ സമയത്ത് അലീന എന്ത് ചെയ്തു, പെട്ടെന്ന് അവിടെ നിന്നൊരു തുണി എടുത്തു, ഒരു ടവലെടുത്തിട്ട് അത് നനച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയെ വെക്കുവാണ്. ആദ്യം കൈ തട്ടി മാറ്റി വിടാൻ പറഞ്ഞു. പക്ഷേ എങ്കിൽ അലീനെ വിട്ടില്ല. അലീന എന്ത് ചെയ്തു, അതങ്ങോട്ട് നെറ്റിയിലേക്ക് വെക്കുവാണ്. വീണ്ടും അവൻ തട്ടി മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, നീ എന്തിനാ രോഹിത്തെ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഞാൻ നിന്റെ സഹോദരിയാ, നിന്റെ ചേച്ചിയാടാ, നിനക്ക് സംശയമുണ്ട്, നീ ഒരു DNA ടെസ്റ്റ് നടത്തി നോക്കാൻ പറഞ്ഞു. അതോട് കൂടിയിട്ട് അവനൊന്നും മിണ്ടാതെ ഇരുന്നു, അനങ്ങിയില്ല. പിന്നെ അവൻ വാശിയൊന്നും പിടിച്ചില്ല, അങ്ങനെ തന്നെ കിടക്കണം. അലീന ടവല് നനച്ചോണ്ട് വീണ്ടും വെച്ചു. ടവലൊക്കെ നിമിഷ നേരം കൊണ്ടാണ് ഉണങ്ങുന്നത്. വീണ്ടും കൂടെ നനച്ചോണ്ട് വെക്കുമ്പോഴത്തേനും കൃഷ്ണമോള് കയറി വന്നു. കൃഷ്ണമോള് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ എടുത്തോണ്ടാ വന്നേ. അത് ആ ടവലിനകത്തേക്ക് വെച്ചിട്ട് അലീന അത് രോഗത്തിന് നെറ്റിയെ വെച്ച് കൊടുത്തു. നെറ്റിയെ വെച്ച് പിന്നീട് കുറച്ച് വിക്സ് എടുത്തോണ്ട് വന്നു. വിക്സ് എടുത്തിട്ട് തൊണ്ടയ്ക്ക് ഒക്കെ നെറ്റിയിലൊക്കെ തടവുകയാണ്. നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് രോഹിത്തിന്റെ തലമുടിയിൽ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുകയാണ്. രോഹത്തിന് ഇടയ്ക്കിടയ്ക്ക് കണ്ണടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. രോഹത്ത് അനങ്ങിയില്ല, കാരണം അലീനയുടെ ആ സ്നേഹം അവനത് ഇഷ്ടപ്പെടുന്ന പോലെ തോന്നി. ഇതൊക്കെ കണ്ട് കൃഷ്ണമോളും ഇങ്ങനെ അരികത്ത് തന്നെ നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറും കൂട്ടി ബാലേന്ദ്രൻ കൂടെ വരുമ്പോഴത്തേനും കൃഷ്ണമോള് പോയി കഥ തുറന്നു. അപ്പത്തേനും കൃഷ്ണമോളോട് ചോദിച്ചു, എന്തേ അലീന എന്തെന്ന് ചോദിച്ചു. മുറിയിലുണ്ടാച്ചാന്ന് പറഞ്ഞു. ഈ സമയത്ത് ഡോക്ടർ ചോദിച്ചു, ട്രിപ്പ് വേണ്ടി വരുവാണെങ്കിൽ ഞാനത് എടുത്തിട്ടില്ല, പെട്ടെന്ന് പോകുന്നോണ്ടാന്ന് പറഞ്ഞു.
ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ വേണ്ടി വരുവാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഡോക്ടർ ആദ്യം നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് വരുവാണ്. വന്ന് ഈ അലീനയാണെങ്കിൽ ആകെപ്പാടെ അക്ഷമയോട് കൂടിയിട്ടിരിക്കുകയാണ്. ഇത്ര സമയമായിട്ട് ഡോക്ടർ വരാത്ത എന്താ എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ. അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ വന്നിട്ട് പരിശോധിച്ച് നോക്കുവാണ്. എന്നിട്ടോട് നല്ല പനിയുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, മാറ്റാൻ ഡോക്ടർ എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, വേണ്ട ഡോക്ടറെ, പേഷ്യൻറ്റിന് അത് ഇഷ്ടപ്പെടത്തില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ഇഞ്ചക്ഷൻ എടുക്കാം, പിന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, കുറച്ച് ദിവസം അത് കൊടുക്കേണ്ട വരും എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അത് ചെയ്യാൻ ഡോക്ടറെ എന്ന് പറഞ്ഞു. പിന്നീട് ഡോക്ടർ ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയാണ്. ഈ സമയത്ത് അലീനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുറച്ച് ചൂടുവെള്ളം തരാമെന്ന് ചോദിച്ചു. ഇപ്പം തന്നെ തരാൻ ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന താഴേക്ക് ഇറങ്ങി ഓടിച്ചെന്നു. എന്നിട്ട് കൃഷ്ണമോളോട് പറഞ്ഞു, മോളെ ആ കെറ്റിലിനകത്ത് വെച്ച് കുറച്ച് വെള്ളം ചൂടാക്കാമെന്ന് ചോദിച്ചു. ചൂടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന മുകളിലേക്ക് കയറി വന്ന് ഇരിക്കുമ്പോഴത്തേനും കൃഷ്ണമോള് വെള്ളമൊക്കെ ചൂടാക്കിക്കൊണ്ട് വന്നു. ആ വെള്ളം ഡോക്ടർ പറഞ്ഞ രീതിക്ക് തന്നെ തിളപ്പിച്ചാർച്ച് ഒക്കെ കൊടുക്കുകയാണ്. കുടിക്കാൻ ചൂടിന് ഒരു 100 ml വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കൊടുത്തു. ഡോക്ടർ അതിനകത്തേക്ക് ഒരു പൊടി കലക്കിയിട്ട് രോഗത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇത് കുടിക്കാനായിട്ട് പറഞ്ഞു. ഒടുവിൽ രോഗത്തിനെ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അത് കുടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.